അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാൻ മജീദാണ്. അപ്പോൾ ഇന്ന് ഈ വീടിൻ്റെ എന്ന് വെച്ചാൽ ലിൻഡൻ്റെ മുകളിൽ ഒരു വരി പടവാണ്. എന്ന് വെച്ചാൽ ലിൻഡൻ്റെ മുകളിൽ ഒരു വരി പടുത്തിട്ട് പിന്നെ സൺസൈഡ് വാർക്കാനാണ്. അപ്പോൾ ഈ വീടിൻ്റെ ഓരോ പോയിൻറ്റുകളും നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, ഒന്നാമത്തെ കാര്യം പറയാനുള്ളത്, നമ്മൾ വെച്ചാൽ പടുവിൻ്റെ ഓരായുണ്ടല്ലോ, പടുവിൻ്റെ ഓരായം പറഞ്ഞാൽ ഇതിൻ്റെ തള്ളാമ്പരലാണ്. ഈ തള്ളാമ്പരലിൻ്റെ കേപ്പ് വേണം. എന്നിട്ട് ആ തള്ളാമ്പരലിൻ്റെ കേപ്പിക്ക് 8-1 സ്ട്രോങ്ങിൽ നല്ലോണം കുത്തി ഇറക്കുക. ഇതുണ്ടല്ലേ, എന്നുവെച്ചാൽ 8-1 സ്ട്രോങ്ങിൽ നല്ലോണം കുത്തി നിറച്ചിട്ട് പിന്നെ അത് 10 ദിവസം നനക്കണം കേട്ടോ. 10 ദിവസം നനച്ചാലുള്ളൂ ഇതിന് കെട്ടുറപ്പുണ്ടാകുക. അല്ലാതെ നനക്കാതെ എന്നാൽ എത്ര സ്ട്രോങ് ആയിട്ടും കാര്യമില്ല, പൊടിഞ്ഞു പോരും. രണ്ടാമത് പറയാനുള്ളത്, ഇത് ഇരുമ്പിൻ്റെ കട്ടിലാണ്. ഈ ഇരുമ്പിൻ്റെ കട്ടിലേക്ക് സിമെൻറ്റ് കൂട്ടി ഒരിക്കലും ഇടരുത്. ഇതിലേക്ക് കോൺക്രീറ്റ് തന്നെ ഇടണം, എന്നാലുള്ള ഇതിനൊരു ഉറപ്പുണ്ടാകുക. മനസ്സിലായില്ലേ? മാരെ പുടുത്തം വിട്ട വെയിലാട്ടോ. ഞാൻ അന്ന് ആ ഷോർട്ട് വീഡിയോയിൽ വരുമാനമില്ലാത്ത പള്ളിക്ക് AC വെക്കുന്ന കമ്മിറ്റിക്കാരെ അറിയാൻ വേണ്ടി പറഞ്ഞു അന്ന് ചെയ്ത വീഡിയോ ഞാൻ പള്ളിനെ കുറ്റം പറഞ്ഞു കണ്ടല്ല. ഞാനും എന്നെ കൊണ്ട് വെക്കണ പള്ളിക്ക് സംഭാവന കൊടുക്കുന്ന ആളാണ്. കാരണം ഈ ഫീൽഡിൽ പണിയില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ സങ്കടം കേട്ടിട്ട് പിന്നെ അതുകൊണ്ട് അന്ന് ചെയ്ത വീഡിയോസാണ് വരുമാനമില്ലാത്ത പള്ളിക്ക് AC വെക്കുന്ന കമ്മിറ്റിക്കാർ അറിയാൻ വേണ്ടി. കാരണം കമ്മിറ്റിക്കാർ അറിയണമെന്ന് വെച്ചാൽ നമ്മളെ ഇടയിൽ ഇനി ഗൾഫ് നിർത്തിക്കാണ്ട് ആകെ പുറത്തം പോട്ട ആൾക്കാരൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ പെരുന്നാളൊക്കെ ഉണ്ടാക്കാൻ പൈസ ഇല്ലാത്ത ആൾക്കാർ നമ്മളെ ഇടയിലുണ്ട്. പക്ഷേ അവർക്കത് പറയാൻ മടിയാണ്. ഇതേ തമാസല്ല, അത് ഞാൻ എൻ്റെ വീഡിയോസ് കാണാൻ വേണ്ടിയാണ്ട് ഞാൻ നിങ്ങളോട് ഓരോന്നും പറയല്ല. കാരണം എനിക്ക് ഇതുവരെ ഈ യൂട്യൂബിൽ നിന്ന് ഇതുവരെ പൈസ കിട്ടിയിട്ടില്ല. കാരണം ഞാൻ അത് 2 കൊല്ലം കഴിഞ്ഞത് ഞാൻ പിന്നെ യൂട്യൂബ് ഉണ്ടാക്കിയിട്ട് എനിക്ക് പണി ഇട്ടാൻ വേണ്ടി ഞാൻ എടുക്കുന്ന വർക്ക് ഇതിലിടും. പിന്നെ എങ്ങോട്ടെങ്കിലും ടൂർ പോകുമ്പോൾ അതിടും. പിന്നെ മമ്പുറത്തൊക്കെ പോകുമ്പോൾ മമ്പൂറം പൂവും മക്കാമിലേറിനാണ്ട് അങ്ങനെയൊക്കെ പാട്ടൊക്കെ പാടലുണ്ട്. അല്ലാതെ ഞാനൊരു കോമാളിയല്ല. പിന്നെ എൻ്റെ വീട്ടുകാരെ സപ്പോർട്ടും ഉണ്ട്. കാരണം ഞാൻ എൻ്റെ വർക്കാടുന്നത് ഞാൻ പിന്നെ എന്താ പറയുക, ഒരു 15-ാം വയസ്സ് തൊട്ടുങ്ങാണ്ട് ഈ ഫീൽഡിൽ പണിക്കിറങ്ങിയ ആളാണ്. അന്ന് എനിക്ക് വെട്ടൽ വന്നൂല. കാരണം അതുകൊണ്ടും പറഞ്ഞുതരാം, എൻ്റെ ചെറുപ്പകാലം പറഞ്ഞുതരാം. കാരണം കുട്ടികളിലെ മാതാപിതാക്കൾക്ക് അത് ഒരു ഉപകാരപ്പെടും. ഞാൻ പിന്നെ മദ്രസയിൽ 4 വരെ പോയിട്ടുള്ളൂ. അതേമാതിരി ഞാൻ സ്കൂളിൽ 8 വരെ പോയിക്കണം. മദ്രസയിൽ തന്നെ 6 ഉസ്താദന്മാർ പഠിപ്പിച്ചിരിക്കണം. ഈ 6 ഉസ്താദന്മാരിൽ ഞാനത് പറഞ്ഞു വരാൻ കാരണം, ഞാനൊരു 5 കൊല്ലം മുന്നേ എനിക്ക് ഇങ്ങനെ ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെ വെട്ടി തുറന്ന് പറയാനുള്ള ഒരു ധൈര്യം എനിക്കുണ്ടായിട്ടില്ല. അങ്ങനെ ധൈര്യം ഉണ്ടാകാൻ കാരണം ഒന്നാമത് ഈ യൂട്യൂബ് ചാനലാണ്. കാരണം ആൾക്കാരുടെ ഇടയിൽ പറഞ്ഞ് പിന്നെ ഇത് ധൈര്യം ഉണ്ടാകാൻ കാരണം ഈ യൂട്യൂബ് ചാനലാണ്. കാരണം എനിക്ക് ധൈര്യം ഇല്ലാത്ത കാര്യം പറഞ്ഞുതരാം. കുറച്ച് മുന്നേ എനിക്ക് ഇവിടെ കാളിച്ചായിരുന്നു. അതിന് കുറേ മൂല്യന്മാരത്തെ ഞാൻ കുറേ പൈസ കൊണ്ടു കൊടുത്തു. അതുകൊണ്ടൊന്നും ഒരു ഉപകാരം ഉണ്ടായില്ല. അതിൽ പിന്നെ ഞാനൊരു ഡോക്ടറെ പോയി കണ്ടപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, മജീദേ എനിക്ക് പേടി വരികയാണ്, അതുകൊണ്ടാണ് ആ കാളിച്ചാറും. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ സാറേ അപ്പോൾ എന്താ ഞാൻ പിന്നെ ചെയ്യേണ്ടത് ചോദിച്ചു. എന്താ അതിന് മാർഗം ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ധൈര്യത്തിൽ ആൾക്കാരോട് വർത്താനം പറയാറുണ്ട്. അതിൽ ഞാൻ കുറേ ശ്രമിച്ചു നോക്കി. കാരണം എൻ്റെ വീട്ടിലത്തെ റേഷൻ കാർഡ് ഉണ്ടാക്കാൻ വേണ്ടി തമാശ അറിയില്ല, ഞാൻ ഇപ്പാനെ അന്ന് ഞാൻ കൊണ്ടുപോയത്. കാരണം അന്ന് ഞാൻ ഫസ്റ്റ് പോയപ്പോൾ ആ വില്ലേജ് ഓഫീസറിനോട് ചൂടായി, നിങ്ങൾ ഗൾഫുകാരനാക്കാർ അങ്ങനെയൊക്കെ എൻ്റെ തടി ഇതൊക്കെ കണ്ടിട്ട്. പക്ഷേ പിന്നെ പറഞ്ഞാണ് മനസ്സിലാക്കാൻ ഒരു കൈ വന്നിട്ടുണ്ടായിട്ടില്ല. ഇന്നിപ്പോൾ അതുണ്ട്, ഈ യൂട്യൂബ് ചാനലാണ്. എന്നിട്ട് ഇഞ്ചപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് അന്ന് വെച്ച് പിന്നെ അന്ന് പിന്നെ APL കാർഡായിരുന്നു, അത് പിന്നെ BPL ആക്കിയത് കുറേ മുന്നത്തെ കാര്യം കേട്ടോ. ഇനി ഞാൻ അന്ന് എനിക്ക് ആ കാളിച്ചുണ്ടാകുന്ന കാര്യം പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞുതരാം, രക്ഷിതാക്കൾക്ക് ഉപകാരപ്പെടും. എന്നെ മദ്രസയിൽ ഞാൻ 4 വരെ പോയിട്ടുള്ളൂ. എന്നെ 6 ഉസ്താദന്മാർ എന്നെ പഠിപ്പിച്ചിരിക്കണേ. അപ്പോൾ എൻ്റെ പഠിപ്പിൻ്റെ ഒരു ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതിലത്തെ ഒരു ഉസ്താദ്, മറ്റേ ഉസ്താദന്മാരൊക്കെ നല്ല ഉസ്താദന്മാർ, ഈ 5 ഉസ്താദന്മാരും എന്ന് വെച്ചാൽ നല്ല ഉസ്താദന്മാരെന്ന് വെച്ചാൽ പഠിച്ചില്ലെങ്കിൽ അടിച്ചു, കയ്യമ്മ അടിച്ച. ഈ 2-ാം ക്ലാസ് പഠിച്ച ആ ഉസ്താദിൻ്റെ പുറത്തു കൂടെ അതല്ല. എന്നിട്ട് പേടിച്ചിട്ട് മദ്രസക്ക് പിറ്റേന്ന് പോകുമ്പോൾ മദ്രസിൻ്റെ വരാന്ന് കാണുമ്പോൾ ഞാൻ തുണി കൂടി മൂത്രം പിന്നെ ഒഴിച്ചിരിക്കണം പേടിച്ചിട്ട്. അങ്ങനെയാണ് ഞാൻ പേടിയിൽ ഇപ്പോൾ പെട്ടിരിക്കണത്.
അപ്പോൾ നിങ്ങളെ കുട്ടികൾ ഇതേമാതിരി സ്കൂളിലേക്കോ മാർസ്ക്കും പോകാൻ മടി ഉണ്ടെങ്കിൽ നിങ്ങളെന്താ കുട്ടികളോട് ചോദിച്ച് പിന്നെ നല്ല രീതിയിൽ ചോദിച്ചാണ് മനസ്സിലാക്കിയാൽ മതി. പിന്നെ ഞാൻ പിന്നെ സ്കൂൾ നിർത്താൻ കാരണം എനിക്ക് മലയാളം ഞാൻ എഴുതും, പക്ഷേ എഴുതി ചിലപ്പോൾ അക്ഷര തെറ്റുണ്ടാവും. ഞാൻ എന്നിട്ട് യൂട്യൂബിൽ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ അതിൽ പിന്നെ ഈ ഫോണിൽ മൈക്കുണ്ടല്ലോ, ആ മൈക്കിൽ പറഞ്ഞു കണ്ടാണ്. അല്ലെങ്കിൽ അക്ഷര തെറ്റുണ്ടാവും, നിങ്ങൾ വായിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ മൈക്ക് പറഞ്ഞാണ്ടാണ് ഞാൻ എഡിറ്റ് ചെയ്യൽ. ഞാൻ സ്കൂളിൽ നിർത്താൻ കാരണം 8ൽ 15 ദിവസം പോയിട്ടുള്ളൂ. കാരണം 8ാം ക്ലാസ്സിൽ പിന്നെ എല്ലാവരും പുസ്തകത്തിന് പൈസ കൊടുത്തു. അന്ന് ഞാനും പുസ്തകത്തിന് പൈസ കൊടുത്തു. ഞാൻ പുസ്തകത്തിന് പൈസ കൊടുക്കലും അന്ന് പീരീഡ് പിന്നെ 1ാം പീരീഡ് അതിന് ബെല്ലടിക്കലും ഒപ്പമാണ്. അതിൽ ടീച്ചർ അത് എഴുതാതെ പോയി. ടീച്ചർ അത് പിന്നെ എഴുതാൻ കയറ്റി പോയതാക്കാരം. പക്ഷേ പിന്നെ ടീച്ചർ അത് എഴുതാൻ മറന്നു. പിന്നെ എല്ലാ കുട്ടികൾക്കും ടെക്സ്റ്റ് പുസ്തകം കിട്ടിയപ്പോൾ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ ടീച്ചറോട് ചോദിച്ചു, ടീച്ചറെ എനിക്ക് പിന്നെ പുസ്തകം കിട്ടിയില്ലായിരുന്നു. അതിൽ ടീച്ചർ പറഞ്ഞു, അത് നീ പൈസ തന്നിക്കൂല, പൈസ തന്നിക്കണമെങ്കിൽ നിൻ്റെ പേര് ഇതിൽ കാണണ്ടല്ലേ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ടീച്ചർ ഇങ്ങനെ പീരീഡ് അടിച്ചാൽ നേരത്താണ് ഞാൻ പൈസ തന്നത്. അപ്പോൾ ടീച്ചർ എഴുതാൻ മറന്നിക്കാക്കാരം പറഞ്ഞു. അതിൽ ടീച്ചർ കുട്ടിയല്ലേ എഴുതിയാണ്ട് പിന്നെ ടീച്ചർ തന്നു. പിറ്റേന്ന് ഞാൻ ശരിയാണ്, പിറ്റേന്ന് ഇവിടെ തൂര് ഈ പിന്നെ റെയിൽവേ പാലല്ലേ, ആ പാലം കാണാനും അതേമാതിരി തൂര് പിന്നെ അവിടെ പിന്നെ സിനിമകളുണ്ടായിരുന്നു. എൻ്റെ കുട്ടിപ്രായമായിട്ട് പറയുന്നത് ഞാനൊരു തുണക്കാരനും. അങ്ങനെ റെയിൽ പാലം കണ്ടു, സിനിമക്കും പോയി. അങ്ങനെ സ്കൂളിൽ ലീവായി, സ്കൂളിൽ പോയില്ല. അതിൽ എൻ്റെ അയൽവാസി ചെറുക്കനോട് ടീച്ചർ പറഞ്ഞു അവൻ്റെയൊക്കെ ഒന്ന് ആ പുസ്തകം മേടിച്ച് കൊണ്ടുവരായിരുന്നു. അങ്ങനെ പുസ്തകം എൻ്റെ പെരയിൽ പറഞ്ഞു. അതിൽ എൻ്റെ പെരക്കാർ ഓനൊക്കെ പുസ്തകം കൊടുത്തു. ഓന് പിറ്റേന്ന് വെച്ചാൽ ടീച്ചറിന് പുസ്തകം കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ ഞാൻ അവിടെ ഒരു കള്ളനായി. കാരണം ഇത് പിന്നെ പ്രത്യേകം പിന്നെ ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ ഒരു 95 കാലഘട്ടമാണ് തോന്നുന്നത്, 1995 കാലഘട്ടമാണ് തോന്നുന്നത്. ഡേറ്റ് എനിക്ക് പിന്നെ കൃത്യം അറിയില്ല. അന്നൊരു സാരദ ടീച്ചറായിരുന്നു. കാരണം ആ ടീച്ചർ എൻ്റെ പേര് എഴുതിയില്ല. ഞാൻ പൈസ കൊടുത്തേക്കണ്. ഈ റമദാൻ മാസം പറയണം ഞാൻ പൈസ കൊടുത്തേക്കണ്. ടീച്ചർ എൻ്റെ പേര് പൈസ കൊടുത്ത പേര് ഏതാണ് ടീച്ചർ മറന്നതാണ്. അതുകൊണ്ടാണ് അന്ന് ആ സ്കൂൾ പഠിപ്പ് എൻ്റേത് പറ്റതായത്. പിന്നെ സ്കൂളിലും മാർക്സിലും പഠിക്കാൻ ഞാൻ വളരെ പിന്നാക്കിയിരുന്നു. അപ്പോൾ ഈ സ്കൂളിൽ പിന്നെ പോകുന്ന കുട്ടികൾക്ക് മടി ഉണ്ടെങ്കിൽ, അതേമാതിരി അവർക്കൊരു പേടി ഉണ്ടെങ്കിൽ അത് പിന്നെ അവരോട് ചോദിച്ച് മനസ്സിലാക്കി മദ്രസ പിന്നെ പഠിപ്പിച്ച ഉസ്താദിനോടും അതേമാതിരി സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചറോടും മാഷോടും അത് പിന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. കുട്ടി ഇങ്ങനെയാണ്, ചെറിയൊരു പേടിയുണ്ട്, അപ്പോൾ അത് നിങ്ങൾ നല്ല രീതിയിൽ പിന്നെ ഇതാക്കിയാണ്ട് പിന്നെ പറഞ്ഞു കൊടുക്കുക. പിന്നെ ഉസ്താദന്മാരോടും മാഷന്മാരോടും പറഞ്ഞാൽ മതി. പിന്നെ ഇപ്പോൾ പറഞ്ഞാൽ പിന്നെ ആരും തല്ലൂല, കുട്ടികളെ തല്ലാൻ പേടിയാണ്. അന്ന് അങ്ങനെയല്ലായിരുന്നു. അന്ന് ഇനി പിന്നെ വെച്ചാൽ 6 ഉസ്താദന്മാരിൽ പിന്നെ 5 ഉസ്താദന്മാരും നല്ല ഉസ്താദന്മാരായിരുന്നു. ഈ ഒരു ഉസ്താദ് മാത്രം അയാളുടെ പ്രഷർ കയറിയാണ് തച്ചാൽ അതൊക്കെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഒരു രസമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ പള്ളിനെ അന്ന് ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല. എന്നുവെച്ചാൽ പള്ളിക്ക് വെച്ചാൽ വല്ല പിന്നെ ചുമരിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ, തേപ്പിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ, ടൈൽസ് ഇല്ലെങ്കിൽ അങ്ങനെ ഇതിനൊക്കെ പിരിച്ചുകൊണ്ട് നമ്മൾ കൊടുക്കൽ നിർബന്ധമാണ്. പൈസ അല്ലെങ്കിൽ എവിടെയെങ്കിലും പൈസ കണ്ടെത്തിയാണ് നമുക്ക് കൊടുക്കണം. AC എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു ആഡംബരമാണ്. അത് പൈസ അല്ലേ മാലില്ലാത്ത പ്രശ്നമല്ല. ഇനി പൈസ ഇല്ലാത്ത മാലിൽ ആ AC-ൻ്റെ കറണ്ട് ബില്ലൊക്കെ അവിടുത്തെ മുതലാളിമാർ കൊടുക്കുകയാണെന്ന് വെച്ചാൽ പ്രശ്നമില്ല. പക്ഷേ ഞാൻ പറയുന്നത് എന്താ അറിയോ, പൈസ അല്ലെങ്കിൽ പണിയില്ലാത്ത കുറേ ആൾക്കാരുണ്ട്. അവർക്കൊന്ന് കൂടുതൽ പറഞ്ഞുകൊണ്ട് അവരെ നിൽക്കരുത്. കാരണം അവർക്ക് പെരുന്നാളിന് ഉണ്ടാക്കാൻ ചിലപ്പോൾ അവർക്ക് കയ്യിൽ പൈസ ഉണ്ടാവില്ല. അപ്പോൾ എത്രയോളം എനിക്ക് വീഡിയോസ് പറയാനുള്ളത്. അപ്പോൾ പണി ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഓക്കെ, അസ്സലാമു അലൈക്കും.